മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തെ തന്നെ തോളിലേറ്റിയ മനുഷ്യൻ. സ്ക്രീനിൽ വരുമ്പോൾ ചിരിക്കാത്തവർ ആരുമുണ്ടാകില്ല. പക്ഷെ ആ ചിരിക്ക് പിന്നിൽ മൂർച്ചയേറിയ ഒരു പേനയുണ്ടെന്നും അത് അധികാരവർഗത്തിനു നേരെ നീളുന്ന വാളാണെന്നും തിരിച്ചറിയാൻ മലയാളികൾക്ക് അധികകാലം വേണ്ടി വന്നില്ല. അതാണ് ശ്രീനിവാസൻ. വെള്ളിത്തിരയിലെ വിപ്ലവവും ജീവിതത്തിലെ വിപ്ലവവും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ. സിനിമയിൽ പറഞ്ഞ രാഷ്ട്രീയവും പരിഹാസവും ഇന്നും കേരളത്തിലെ ചായക്കടകളിലും പൊതു ഇടങ്ങളിലും ചർച്ചയാകുന്നുവെന്നതാണ് വസ്തുത. മലയാള സിനിമയിൽ പരിഹാസം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച സാധാരണക്കാരന്റെ ജീവിതത്തെ വെള്ളിത്തിരയിൽ പച്ചയായി വരച്ചു കാണിച്ച ആ വലിയ പ്രതിഭയാണ് ഓർമ്മയാകുന്നത്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്ന അദ്ദേഹം ചികിത്സയിലായിരുന്നു. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാകണം. മദ്രാസിൽ രജനീകാന്തായിരുന്നു സഹപാഠി. പിന്നീട് പ്രിയദർശനും ലാലും സുരേഷ് കുമാറും ഒക്കെ ശ്രീനിയുടെ സുഹൃത്തുക്കളായി മാറി. അഭിനയിക്കാൻ ചെന്ന ആ മെലിഞ്ഞ പയ്യനെ എല്ലാവരും കളിയാക്കി. പക്ഷെ എഴുത്തിന്റെ ലോകത്തും അഭിനയത്തിലും താൻ ഒരു പുലിയാണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഇത്രത്തോളം തിളങ്ങുമായിരുന്നോ എന്നതും സംശയമാണ്. ദാസനായും വിജയനായും അവർ തകർത്താടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ഹിറ്റുകളായിരുന്നു. 3.5 പതിറ്റാണ്ടിലേറെ കാലം മലയാള സിനിമയെ തന്റെ വിരൽത്തുമ്പിലിട്ട് നയിച്ച ആ കണ്ണൂരുകാരൻ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചിരികളെയും ചിന്തകളെയുമാണ്. ശ്രീനിവാസൻ വെറുമൊരു നടനല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, വിമർശകനാണ്. പാർട്ടി നേതാക്കളെയും സമകാലിക രാഷ്ട്രീയത്തെയും താൻ വിശ്വസിക്കുന്ന ശരികൾക്ക് വേണ്ടി അദ്ദേഹം തുറന്നെതിർത്തു. പലപ്പോഴും ആ നിലപാടുകൾ വിവാദമായി. പക്ഷേ ശ്രീനി പറഞ്ഞു, എനിക്ക് ആരെയും പേടിയില്ല. ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ശ്രീനിവാസനെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും തളരാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. 1956 ഏപ്രിൽ 6 കണ്ണൂരിലെ പാട്യത്താണ് ശ്രീനിവാസന്റെ ജനനം. സ്കൂൾ അധ്യാപകനും കടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഉണ്ണി എന്ന ഉച്ചംവെള്ളി ഉണ്ണിയുടെ മകൻ. പാട്യത്തെ വായനശാലകളും നാടകവേദികളുമാണ് ശ്രീനിയിലെ കലാകാരനെ ഉണർത്തിയത്. ജ്യേഷ്ഠൻ രവീന്ദ്രനായിരുന്നു ആദ്യ ഗുരു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഖരീബി ഹടാവോ എന്ന നാടകം എഴുതി അവതരിപ്പിക്കാൻ ചങ്കൂറ്റം കാണിച്ച ആ പഴയ നാടകകാരനിലാണ് പിൽക്കാലത്തെ സന്ദേശം എഴുതിയ വിപ്ലവകാരി ഒളിഞ്ഞിരുന്നത്. മദ്രാസിലെ അഡയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1977 ഡിപ്ലോമ നേടിയപ്പോൾ അവിടെ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്നു.